കടൽത്തിരകൾ തീരത്തോട് പറയാൻ മറന്ന കഥകൾ. നോവുന്ന ഹൃദയങ്ങൾക്കും തളരുന്ന മനസ്സുകൾക്കും കരുത്തേകാൻ ഒരു അലയൊലി. അലമൊഴി സ്റ്റോറീസ് അവതരിപ്പിക്കുന്നു. വിഷയം: അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് മകളല്ല, നിങ്ങളുടെ മനോഭാവമാണ്. രചന: റാബിയ അബി ലക്ഷദ്വീപ്. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്വന്തം മകളുടെ കണ്ണീരിനേക്കാൾ സമൂഹത്തിന്റെ ചോദ്യങ്ങളെ ഭയക്കുന്ന മാതാപിതാക്കളോടാണ്. വിവാഹം കഴിഞ്ഞ ആഴ്ച മകൾ ഒരു ദിവസം രാത്രി നിങ്ങളെ വിളിച്ചു കരയുകയാണ്. അമ്മേ, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കാതെ അതൊക്കെ ശരിയാകും മോളെ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് എന്ന് തിരിച്ചു പറയുന്ന അച്ഛനമ്മമാരെ നിങ്ങൾ കൊട്ടിയടയ്ക്കുന്നത് ആ പെൺകുട്ടിയുടെ അവസാന പ്രതീക്ഷ കൂടിയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ജനിച്ച് വീണതു മുതൽ നിഴലായി കൂടെയുണ്ടായിരുന്ന മകളാണ്. അവൾക്കൊരു പനി വന്നാൽ ഉറക്കമൊഴിഞ്ഞിരുന്നവരാണ് നിങ്ങൾ. പണ്ട് നിങ്ങൾ കൈപിടിച്ച് സ്കൂളിൽ കൊണ്ടുപോയ ആ കൊച്ചു പെൺകുട്ടിയെ ഓർമ്മയുണ്ടോ? അന്ന് ആരെങ്കിലും അവളെ ഒന്ന് നോവിച്ചാൽ നിങ്ങൾ സഹിക്കുമായിരുന്നോ? അന്ന് അവൾക്ക് വേണ്ടി ലോകത്തോടും പൊരുതാൻ നിന്ന നിങ്ങൾ ഇന്ന് അവൾക്ക് വേണ്ടി സ്വന്തം കുടുംബത്തോടും സമൂഹത്തോടും ഒന്ന് സംസാരിക്കാൻ മടിക്കുന്നത് എന്തിനാണ്? ആ മകൾ അപരിചിതമായ ഒരു വീട്ടിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്നത് നിങ്ങളെ വിശ്വസിച്ചാണ്. അവിടെ അവൾ അപമാനിക്കപ്പെടുമ്പോൾ, അവളുടെ സ്വപ്നങ്ങൾ ചവിട്ടിമെതിക്കപ്പെടുമ്പോൾ അവൾ ആദ്യം തിരയുന്നത് അവളുടെ പഴയ ആ തണലാണ്, നിങ്ങളുടെ വീടിനെയാണ്. അവിടെ നിങ്ങൾ വാതിലുകൾ അടയ്ക്കുമ്പോൾ നാട്ടുകാർ എന്തു പറയും എന്നോർത്ത് അവളെ തിരികെ ആ നരകത്തിലേക്ക് തന്നെ തള്ളിവിടുമ്പോൾ നിങ്ങൾ കൊല്ലുന്നത് അവളുടെ ശരീരത്തെയല്ല, അവളുടെ ആത്മാവിനെയാണ്. സ്വന്തം വീട്ടിൽ തനിക്ക് സ്ഥാനമില്ലെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ അനാഥയാകുന്നത്. എന്തിനാണ് നമ്മൾ ഈ സമൂഹത്തെ ഇത്രയേറെ ഭയക്കുന്നത്? മകൾ വിവാഹമോചിതയായി വീട്ടിൽ വന്ന് നിൽക്കുന്നത് നാണക്കേടാണെന്ന് കരുതുന്നവരോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ. മകൾ മരിച്ചു കിടക്കുന്നതാണോ അതോ നിങ്ങളുടെ കൂടെ ജീവനോടെ ഇരിക്കുന്നതാണോ നിങ്ങൾക്ക് വലുത്? അയൽവാസികൾക്കും ബന്ധുക്കൾക്കും വേണ്ടി നിങ്ങളുടെ മകളുടെ ജീവിതം ബലി കൊടുക്കരുത്. അവളുടെ കണ്ണീരിന്റെ വില നിങ്ങളുടെ മാനത്തേക്കാൾ എത്രയോ മുകളിലാണ്. വീട്ടുകാർ കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അവൾ തോൽക്കുന്നത് ഭർത്താവിനോടല്ല, മറിച്ച് താൻ വിശ്വസിച്ച സ്വന്തം രക്തത്തോടാണ്. ആ നിമിഷം മുതൽ അവൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുകയല്ല, മറിച്ച് അവൾ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനമ്മമാർ കൂടെയുണ്ടെന്ന ഉറപ്പാണ് ഏതൊരു മകൾക്കും നൽകാവുന്ന ഏറ്റവും വലിയ ആയുധം. ആ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് പല പെൺകുട്ടികളും വീടിന്റെ ഉത്തരത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്നത്. പിന്നീട് കരഞ്ഞിട്ട് എന്ത് കാര്യം? പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അച്ഛന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. മകളെ മറ്റൊരു വീട്ടിലേക്ക് അയക്കുമ്പോൾ അവൾക്ക് നിങ്ങൾ നൽകേണ്ടത് സ്വർണമല്ല, മറിച്ച് നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അച്ഛൻ ഇവിടെയുണ്ട് എന്ന ആത്മവിശ്വാസമാണ്. ആ തണലുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയും തോറ്റുകൊടുക്കില്ല. നമ്മൾ എപ്പോഴും പറയും വിട്ടുവീഴ്ചകൾ വേണം എന്ന്. ശരിയാണ്, വിട്ടുവീഴ്ചകൾ ഇരുഭാഗത്തും വേണം. പക്ഷെ ഒരു ഭാഗത്ത് അടിയും ഇപ്പുറത്ത് സഹനവുമാകുന്നത് വിട്ടുവീഴ്ചയല്ല, അത് ക്രൂരതയാണ്. ഞങ്ങളൊക്കെ എത്ര സഹിച്ചതാ എന്ന് മകളോട് പറയുന്ന അമ്മമാരോട് നിങ്ങൾ സഹിച്ചത് മകളും സഹിക്കണം എന്ന് പറയുന്നത് സ്നേഹമല്ല. നിങ്ങൾ അനുഭവിച്ച ഇരുട്ട് മകളുടെ ജീവിതത്തിലും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നതല്ലേ യഥാർത്ഥ മാതൃത്വം? മകൾ നിങ്ങളെ വിളിക്കുന്നത് പരാതികൾ കെട്ടഴിക്കാൻ മാത്രമല്ല, ഞാൻ കൂടെയുണ്ട് എന്ന ഒരൊറ്റ വാക്ക് കേൾക്കാനാണ്. ആ വാക്കിൽ അവൾക്ക് കിട്ടുന്ന കരുത്ത് മതിയാകും അവൾക്ക് ഏതൊരു പ്രതിസന്ധിയെയും നേരിടാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മകൾ ഒരു സങ്കടം പറയുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാവുക. അവൾക്ക് വരാനൊരിടം നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് ഉറക്കെ പറയുക. അവൾ അടിച്ചമർത്തപ്പെടേണ്ടവളല്ല, അഭിമാനത്തോടെ ജീവിക്കേണ്ടവാണ്. ഓർക്കുക, പണ്ട് നമ്മൾ നമ്മുടെ മക്കളെ നടക്കാൻ പഠിപ്പിച്ചത് വീഴുമ്പോൾ താങ്ങാനാണ്, വീണ്ടും വീണ്ടും വീഴ്ത്തി വേദനിപ്പിക്കാനല്ല. വിവാഹം എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് അതൊരു തുടക്കം മാത്രമാണ്. ആ യാത്രയിൽ അവൾക്ക് താങ്ങാൻ പറ്റാത്ത ഭാരമുണ്ടെങ്കിൽ അത് ഇറക്കി വെക്കാൻ ഓടിവരാൻ ഒരിടം നിങ്ങളുടെ വീടായിരിക്കണം. നാട്ടുകാർ എന്തു പറയും എന്നോർത്ത് ഭയപ്പെടേണ്ടതില്ല. കാരണം നിങ്ങളുടെ മകൾക്ക് ഒരു ആപത്ത് വന്നാൽ സങ്കടപ്പെടാൻ നിങ്ങൾ മാത്രമേ കാണൂ, ഈ പറയുന്ന നാട്ടുകാർ ഉണ്ടാകില്ല. ഒരു പെൺകുട്ടിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അവൾക്ക് പിന്നിൽ കരുത്തായി നിൽക്കുന്ന അവളുടെ മാതാപിതാക്കളാണ്. ആ കരുത്തായി നിങ്ങൾ മാറുക. വാക്കുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മാറ്റത്തിന്റെ പുതിയൊരു അലയൊലിയായി ഇത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പടരട്ടെ. തിരിച്ചറിവിന്റെ തിരിയടങ്ങാത്ത അലമൊഴികളുമായി വീണ്ടും കാണാം. സ്നേഹത്തോടെ, റാബിയ അബി ലക്ഷദ്വീപ്. അലമൊഴി സ്റ്റോറീസ്.